അമേരിക്കൻ ഫ്യൂച്ചറും ഏഷ്യൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസവും അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. S&P 0.4%, നാസ്ഡാക്ക് 0.5%, ഡോ ജോൺസ് 0.3% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെയും ഓസ്ട്രേലിയൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് $68 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 25,100-നടുത്ത് ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടെങ്കിലും 33 പോയിൻ്റ് ഉയർന്ന് 25,083-നടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. വരും ദിവസവും 25,100 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 24,800 ആയിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 1,247 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,546 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. സിമൻറ്റ് സെക്ടറിലെ അൾട്രാടെക് സിമൻറ്റ്, ഇന്ത്യ സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അൾട്രാടെക് സിമൻറ്റ് ഇന്ത്യ സിമൻറ്റിൻ്റെ 6% സ്റ്റേക്കുകൾ ഓഫർ ഫോർ സെയിൽ വഴി ഓഫ്ലോഡ് ചെയ്യുന്നു. ഈ ഓഫർ ഫോർ സെയിലിന് ഉയർന്ന രീതിയിലുള്ള സബ്സ്ക്രിപ്ഷനും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിമൻറ്റ്, അൾട്രാടെക് സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. വാരി എനർജി എന്ന കമ്പനി എനൽ ഗ്രീൻ പവർ ഇന്ത്യ എന്ന കമ്പനിയെ അക്വയർ ചെയ്യും എന്ന രീതിയിലുള്ള കൺഫർമേഷൻ കമ്പനിയുടെ സൈഡിൽ നിന്നും പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വാരി എനർജി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. NTPC ഗ്രീൻ എന്ന കമ്പനി അതിൻ്റെ ഓൺഗോയിങ് പ്രൊജക്റ്റായ കൗഡ സോളാർ എനർജി പ്രോജക്റ്റിൽ കൗഡ സോളാർ പ്രോജക്റ്റിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുകയാണ്. 49 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ യൂണിറ്റും 142 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് യൂണിറ്റുമാണ് ആൾറെഡി ഓപ്പറേഷണലായിട്ടുള്ള പ്രോജക്റ്റിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. PTC ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ബ്രഹ്മോസ് എയറോസ്പേസിൽ നിന്നും ക്രിട്ടിക്കൽ ടൈറ്റാനിയം കാസ്റ്റിംഗ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 110 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ PTC ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. അവന്യൂ സൂപ്പർ മാർട്ട് പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 429 എത്തിയിട്ടുണ്ട്. ബിക്കാനേറിലാണ് അവന്യൂ സൂപ്പർ മാർട്ട് പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവന്യൂ സൂപ്പർ മാർട്ട് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് എന്ന കമ്പനി വെൻഡോ പവർ ഇൻഫ്ര എന്ന കമ്പനിയെ PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസിംഗിൽ നിന്നും അക്വയർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എൻവിറോൺ ഇൻഫ്ര എഞ്ചിനീയർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. SJVN എന്ന കമ്പനി 1,320 മെഗാവാട്ട് ശേഷിയുള്ള തെർമൽ പവർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനിക്ക് ഷിപ്പ് കൺസ്ട്രക്ഷൻ ആവശ്യമായി ബന്ധപ്പെട്ട സപ്ലൈ നൽകുന്നതിന് വേണ്ടി ഏകദേശം 445 കോടി രൂപയുടെ ഓർഡർ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനിയും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. രാംകോ വിൻഡ് ഫാംസിൻ്റെ 28% സ്റ്റേക്കുകൾ രാംകോ സിമൻറ്റ് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. GHV ഇൻഫ്ര പ്രോജക്റ്റിന് വാലർ സ്റ്റേറ്റ് ഫോർ PAP ആൻഡ് പോലീസ് ഹൗസിംഗ് പ്രോജക്റ്റിൽ നിന്നും 2,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ GHV ഇൻഫ്ര പ്രോജക്റ്റ് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. നോവിഗോ സൊല്യൂഷൻസ് എന്ന കമ്പനിയെ R-System International അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ R-System International എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.